ചാനൽ സൂപ്പർ ലീഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീക്ക് 2 2025 രണ്ടാമത്തെ ആഴ്ച, അതായത് ജനുവരി 11 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിലെ ബാർക്ക് റേറ്റിംഗിന്റെ ഒരു വിശകലനമാണ്. അത് ബേസിക്കലി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ വീക്ക് 1 വളരെ മന്ദഗതിയിലാണ് തുടങ്ങിയെങ്കിൽ വീക്ക് 2 കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ന്യൂസ് ചാനൽസിൽ ഉണ്ടായിട്ടുണ്ട്. ഗ്രോത്ത് വൈസ് എല്ലാ ചാനൽസിനും ഗ്രോത്ത് ആണുള്ളത്. മൈനസ് വളരെ കുറവായിരുന്നു. വീക്ക് 1 അപേക്ഷിച്ച് 2 ഒരു ബെറ്റർ പെർഫോമൻസ് ആണ് എന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാൻ പറ്റും. നമ്പർ 1 സ്ഥിരം പറയുന്ന പോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന് 90.41 പോയിന്റ് ആണ് ഓൾ കേരള യൂണിവേഴ്സിൽ കിട്ടിയിട്ടുള്ളത്. ഏകദേശം കഴിഞ്ഞ ആഴ്ചയിലേക്കാട്ടും ഒരു 3.21 ഗ്രോത്ത് ഉണ്ട് അവർക്ക്. ദെൻ സെക്കൻഡ് പൊസിഷൻ റിപ്പോർട്ടർ ആക്ച്വലി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ടുള്ള പെർഫോമൻസിൽ കുറച്ചൊരു പിന്നിലായിരുന്നുവെങ്കിൽ ഈ ആഴ്ച സത്യത്തിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടറിനാണ്. പക്ഷെ എങ്കിലും ഒരു സേഫ് സോൺ എന്ന് പറയാൻ പറ്റില്ല. ഒരു 6 പോയിന്റോളം കൂടുതലുണ്ട്. 6.11 എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 6.11 ആണ് അവർക്കുള്ള ഗ്രോത്ത് ഉള്ളത്. ടോട്ടൽ ഗ്രോത്ത് ടോട്ടൽ GRP 69.51. അത് മോശമല്ല. എങ്കിൽ പോലും അവർക്കൊരു ആദ്യകാലത്ത് പറയുന്ന മാതിരി നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ അല്ല. ഇപ്പോൾ നല്ല ഡിസ്റ്റൻസ്, അത്യാവശ്യം ആ ഒരു സേഫ് ഡിസ്റ്റൻസിൽ ഏഷ്യാനെറ്റ് ലീഡറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആൻഡ് തേർഡ് പൊസിഷനിൽ 24 ന്യൂസിനും ഗ്രോത്ത് ഉണ്ട്. ഒരു 3.31 കഴിഞ്ഞ ആഴ്ചകളും കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് 62.28 ആണ് അവർ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഫോർത്ത് പൊസിഷനിൽ വീണ്ടും മാതൃഭൂമി തന്നെ. കഴിഞ്ഞ ഒരാഴ്ച മനോരമ വീണ്ടും ഫോർത്ത് പൊസിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ ആഴ്ച വീണ്ടും മാതൃഭൂമി തന്നെയായി ഫോർത്ത് പൊസിഷനിൽ. അവർക്ക് 36.32. ദെൻ ഫിഫ്ത്ത് പൊസിഷനിൽ മനോരമ 35.78. മാതൃഭൂമി മനോരമയും തമ്മിലാണ് ഇപ്പൊ നെക്ക് ടു നെക്ക് കോമ്പറ്റീഷനുള്ള ചെറിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസമുള്ളെങ്കിൽ പോലും പൊസിഷൻ വൈസ് നോക്കുമ്പോൾ നമ്പർ 2 5-4ലേക്ക് ഈ രണ്ട് ചാനലിൽ തമ്മിലുള്ള ഒരു മത്സരം ഉണ്ട്. മത്സരം അവർ കൺസിഡർ ചെയ്യണമെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും GRP നോക്കുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു തൊട്ട് നിൽക്കുന്നുണ്ട്. ഒരാഴ്ച മനോരമയാണെങ്കിൽ അടുത്ത ആഴ്ച മാതൃഭൂമി എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സെയിം ടൈം ഏഷ്യാനെറ്റും റിപ്പോർട്ടറും 24ഉം ഒരു സേഫ് ഡിസ്റ്റൻസിൽ എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു സേഫ് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയിൽ കാണുന്നത്. ആൻഡ് സിക്സ്ത് പൊസിഷനിൽ ജനത്തിന് കിട്ടിയിരിക്കുന്നത് 20.05. അവർക്കും ഗ്രോത്ത് ഉണ്ട്. 1.2 ഗ്രോത്ത് ഉണ്ട്. ആൻഡ് സെവൻത്ത് പൊസിഷനിൽ ന്യൂസ് 18 ആക്ച്വലി അവർക്ക് 15.13. കൈരളി 8th പൊസിഷനിൽ 13.89. ആൻഡ് 9th പൊസിഷൻ മീഡിയ വൺ 7.95. ഇതിൽ എടുത്തു പറയത്തക്ക വ്യത്യാസം എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 പോയിന്റിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിൽ ഒന്നാമത്തെ ചാനലും രണ്ടാമത്തെ ചാനലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം 20 പോയിന്റിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. സത്യത്തിൽ അതൊരു സേഫ് സോണിലാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ചകളെക്കാട്ടും അവർ ആ ഡിസ്റ്റൻസ് കുറച്ച് വരുന്നുണ്ട്. കാരണം വീക്ക് 53 24.74 ഡിഫറൻസ് ഉണ്ടായിരുന്നു. വീക്ക് 1 വന്നപ്പോൾ 23 കുറഞ്ഞു. ദെൻ വീക്ക് 2 വന്നപ്പോൾ 20 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി റിപ്പോർട്ടർ ഏഷ്യാനെറ്റിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് എത്തിയോ എന്ന് വെച്ചാൽ ഇല്ല. ആൻഡ് റിപ്പോർട്ടറും 24ഉം തമ്മിലുള്ള ഗ്യാപ്പും റിപ്പോർട്ടർ കുറച്ചും കൂടി സേഫ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ആ ഗ്യാപ്പ് ഇപ്പോൾ 7.23 ഉണ്ട്. കഴിഞ്ഞ ആഴ്ച അത് 4.43 ആയിരുന്നു ഡിസ്റ്റൻസ് റിപ്പോർട്ടറും 24ഉം തമ്മിലുള്ള ഗ്യാപ്പ്. സെയിം ടൈം ഏഷ്യാനെറ്റും 24ഉം തമ്മിലുള്ള ഗ്യാപ്പ് ഏകദേശം 28.13. അത് സേഫ് ആയിട്ട് തന്നെ കഴിഞ്ഞ വീക്ക് 1 പോലെ തന്നെ ഈ ആഴ്ചയെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീഷൻ ന്യൂസ് ചാനലിലെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും സേഫ് സോണിൽ പോകുന്നു. പിന്നെ മാതൃഭൂമിയും മനോരമയും തമ്മിലുള്ള കോമ്പറ്റീഷൻ നമുക്ക് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടേണ്ടതല്ല. കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസേ ഉള്ളൂ. അതൊരു ഫോട്ടോ ഫിനിഷ് പോലെ നാളെ ചിലപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ചേഞ്ച് വന്നേക്കാം. GEC സെക്ടറിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമ്പർ 1 ഏഷ്യാനെറ്റ് 706.39. ആൻഡ് സെക്കൻഡ് പൊസിഷൻ കഴിഞ്ഞ കുറച്ച് നാൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഫ്ലവേഴ്സിലേക്ക് മാറുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഫ്ലവേഴ്സ് സെക്കൻഡ് പൊസിഷനിലേക്ക് വരുന്നത്. അവർക്ക് ഫ്ലവേഴ്സ് നേടിയിരിക്കുന്നത് 183.63. അതൊരു നല്ലൊരു മാറ്റമാണ്. ഞാൻ ഈ പറഞ്ഞ റേറ്റിംഗ് എപ്പോഴും പറയാറുള്ള പോലെ 2+ കേരളയാണ്. കാരണം അതിൽ മാർക്കറ്റിംഗ് നോക്കുമ്പോൾ 50+ കാറ്റഗറി വ്യത്യാസമുണ്ട്. CNN സെക്കൻഡ്
സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്നത്. ഞാനത് പരാമർശിക്കുന്നില്ല, കാരണം നമുക്ക് ഇപ്പോഴും പഠിക്കേണ്ടത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യേണ്ടത് CS2 തന്നെ. ഓൾമോസ്റ്റ് എല്ലാവരുടെയും എല്ലാ ഏജ് ഗ്രൂപ്പും വരുന്ന കാറ്റഗറിയാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ നല്ലത് എപ്പോഴും. തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന മഴവില്ലാണ്. മഴവില്ല് 176.77. ആൻഡ് ഫോർത്ത് പൊസിഷനിലേക്ക് സി കേരളം വന്നു. കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് സി കേരളം തേർഡ് പൊസിഷൻ ആയിരുന്നെങ്കിൽ ഈ ആഴ്ച അത് ഫോർത്ത് പൊസിഷനിലേക്ക് വന്നു. പക്ഷെ കുറച്ച് ഒരു 3 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. സി കേരളത്തിന് 173.25 കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഫിഫ്ത്ത് പൊസിഷനിൽ സൂര്യ ടിവിക്ക് 136.53. ഞാൻ 6th പൊസിഷനിൽ പറയുന്നുണ്ട്. ഏഷ്യാനെറ്റ് മൂവീസും തൊട്ട് പിന്നിലുണ്ട് 134.2. GC സെക്ടറിലെ ഈ മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. കാരണം വെച്ചാൽ ഏഷ്യാനെറ്റും മഴവില്ലും സി കേരളവും, മഴവില്ലും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, ഏഷ്യാനെറ്റും സി കേരളവും എല്ലാം പരമ്പരയിൽ അധിഷ്ഠിതമായിട്ടാണ് കൂടുതൽ, പ്രൈം ടൈം കൂടുതൽ അവർ സീരിയൽസ് തന്നെയുള്ളത്. ഫ്ലവേഴ്സും മനോരമയും മിക്സഡ് ആണ്, ഫിക്ഷനും ഉണ്ട് നോൺ ഫിക്ഷനും ഉണ്ട്. അപ്പോൾ അതിൽ ഫ്ലവേഴ്സിലെ സീരിയൽസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. രണ്ടോ മൂന്നോ സീരിയൽസേ പോകുന്നുള്ളൂ, 2 സീരിയലാണ് ശരിക്കും പോകുന്നത്. ബാക്കി മഴവില്ലിലും പ്രൈം ടൈമിൽ ഷോസ് പോകുന്നുണ്ട്, ഇൻഹൗസ് പ്രോഗ്രാംസ് പോകുന്നുണ്ട്. ആക്ച്വലി സീരിയലിനോടൊപ്പം തന്നെ ഇൻഹൗസ് പ്രോഗ്രാംസിന്റെ ഒരു റേറ്റിംഗ് പൊസിഷൻ വരുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനൊരു പ്രോഗ്രാമിന്റെ ഒരു വ്യക്തി അതിന്റെ പേരിൽ, പ്രത്യേകിച്ചും ഫിക്ഷനെക്കാട്ടും കൂടുതൽ നോൺ ഫിക്ഷൻ ഗെയിൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രാംസും കൂടി കൂടുതൽ വരാൻ, ടെലിവിഷൻ ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും പറയാറുള്ളത്. അത് റേറ്റിംഗ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പോലെ ഒരു ഫുൾ ഹൈ ട്രാഫിക് എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും പ്രോഗ്രാംസ്, പുതുമയുള്ള പരീക്ഷണങ്ങൾ പ്രോഗ്രാംസിൽ നടക്കുന്നില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അത് നടക്കുന്നു, അല്ലെങ്കിൽ നടക്കുന്ന പുതിയ പ്രോഗ്രാംസിന് റേറ്റിംഗ് വരുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ്. എന്തുവന്നാലും ഇതൊരു നല്ലൊരു സൈനായിട്ട് കാണുന്ന. അടുത്ത ആഴ്ച ഇത് തന്നെ ഈ എന്റർടൈൻമെന്റ് ചാനൽസിൽ കുറച്ചുകൂടി വേരിയേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ചാനലിൽ ഇതിന് സമാനമായിട്ടുള്ള മൂവ്മെന്റ് തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം ഒരു വലിയ സംഭവങ്ങളോ ചിലപ്പോൾ ഒരു ചെറിയൊരു ഡ്രോപ്പ് എല്ലാ ചാനലിലും വരാൻ സാധ്യതയുണ്ട് വീക്ക് 3 വരുമ്പോൾ. ഞാനത് ഇപ്പോൾ ഈ കൊല്ലം ഞാൻ അങ്ങനെ ഒരു ഫോർകാസ്റ്റിംഗിലേക്ക് പോകുന്നില്ല, കാരണം അതൊരു അനാവശ്യമായിട്ട് ഒരു പ്രാക്ടീസ് ആയിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ചെറിയ ചെറിയ ചേഞ്ചസേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഒരു എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഇത് പറഞ്ഞ് ആ ഒരു പ്രഡിക്ഷൻ ഫോർകാസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല തോന്നിയിട്ടുള്ളത്. എന്തായാലും നല്ലൊരു ആഴ്ചയായിരിക്കട്ടെ അടുത്തതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.